രതീഷ് അശോക ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും, പിന്നെ തനിക്കും സങ്കടം എനിക്കും സങ്കടം. ഓക്കെ, സോ മൈൻഡ് യുവർ ഓൺ ബിസിനസ്. ഐ തിങ്ക് ഇവരൊക്കെ CCTV കളാണെന്ന് തോന്നുന്നു. മുഞ്ചത്തി ഫുഡ് കഴിച്ചോ? പ്രദൂഷൻ എന്താ ആരും ഒന്നും പറയാത്ത? എല്ലാവരും പറയട്ടെ. എന്താ നെയിം? എൻ്റെ നെയിം തെറിയല്ലാത്ത എന്തോ എന്നെ വിളിച്ചോളാൻ. നീങ്ക സാപ്പിട്ടാങ്കളാ മാഡം. റഷീദ് അശോകൻ, എനിക്ക് താങ്കളോട് സംസാരിക്കൊരു മൂടില്ല. പൊക്കോളൂ. ഓക്കെ, നമുക്ക് പിന്നെ സംസാരിക്കാം കേട്ടോ. താങ്കൾ ഇന്ന് ചൊറിയും, ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. എൻ്റെ മൂഡ് ശരിയില്ലായിരുന്നില്ലേ, അതുകൊണ്ടാ. നോ വറീസ്. ഓക്കെ, ആൾക്കാരൊന്നും പറയില്ലെന്നെ ഞാൻ നിർത്തി പോവാണേ. നെയിം പറയോ? എൻ്റെ നെയിം അഫ്സീന VP. മാരീഡാണോ? ആയിരുന്നു, മാരീഡ് ആയിരുന്നു. എവിടെയാണ്? മലപ്പുറം. നിങ്ങളിവിടെ? അയ്യോ സതീഷ് എനിക്ക് താല്പര്യമില്ല. ഷോറി. സുലൈമാൻ സുഖമാണ്. സനിൽ ഹായ് സൂപ്പർ. സതീഷ് എനിക്ക് താല്പര്യമില്ല. ഐ എം സോറി, നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ യു. ഓക്കെ, എനിക്കുണ്ടാവില്ല താല്പര്യങ്ങളൊക്കെ. യു സിറ്റി എടി മുഴിക്കൽ. അയ്യോ എനിക്കും അറിയില്ല. യു സിറ്റി ഇത് ഏതാ? മഞ്ചത്തി. ഐ ഡോണ്ട് നോ. ചോദിക്കട്ടെ, ഐ ഡോണ്ട് നോടൊക്കെ ചോദിക്കട്ടെ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ കള്ളപ്പേരിട്ട് ഇറങ്ങണത്? സ്വന്തം പേരിൽ മെയിൽ ഐ ഡി എടുക്കുമ്പോൾ നമ്മൾ സ്വന്തം പേര് കൊടുത്താൽ എന്താ പ്രശ്നം? അതെന്താ അങ്ങനെ നിങ്ങൾ കൊടുക്കാത്തത്? അതൊന്ന് പറഞ്ഞു തരിക. ഐ ഡോണ്ട് നോ. മലപ്പുറം ഇവിടെ? പറഞ്ഞു തരൂല എന്നാണോ? അത് പറഞ്ഞു തരാത്തത്? അതെന്തുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ സ്വന്തം പേര് ഇടാത്തത്? നിങ്ങൾ ലൈവിലൊക്കെ പോയി ഇങ്ങനെ വീഡിയോസിൻ്റെ അടിയിലൊക്കെ പോയി നമുക്ക് എന്തും കമൻറ്റ് ഇടാനുള്ളതിന് അതിനുള്ളൊരു ധൈര്യത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫേക്ക് ആയിട്ട് അറിയാം. എനിക്ക് അറിയാത്തതുകൊണ്ട് ചോദിക്കാണ്ടോ? ഞാൻ അങ്ങനെ കുറേ കണ്ടു, അതുകൊണ്ട്. മാന്യമായ സംസാരം മാത്രം. എന്നോട് മാന്യമാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓക്കെ. യൂണിവേഴ്സിറ്റി ഏത് യൂണിവേഴ്സിറ്റി? നമുക്ക് എന്താണോ തരുന്നത് നമ്മൾ അങ്ങോട്ടും അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു പോളിസി കേട്ടോ. എന്നോട് ഒരാൾ ചിരിച്ച് സംസാരിച്ച് ഞാനും ചിരിച്ച് സംസാരിക്കും. എന്നോട് ചൂടായി കഴിഞ്ഞാൽ ഞാനും ചൂടാവും. അതങ്ങനെയാണ്. എനിക്ക് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്കും ആ ഒരു കണ്ണുകൂടി പോലെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ എന്നോട് തെറ്റ് ചെയ്തിട്ട് പിന്നെ വന്നു കഴിയുമ്പോൾ എനിക്ക് ക്ഷമിക്കാനുള്ളൊരു മഹാമനസ്കതയൊന്നും എനിക്കില്ല എന്നാണ് എൻ്റെ ഇതുവരെയുള്ളൊരു ഇതുകൊണ്ട് എക്സ്പീരിയൻസ് കൊണ്ട് എനിക്ക് മനസ്സിലാക്കുന്നത്. എനിക്കത് ചെയ്തത് ഇങ്ങനെ മനസ്സിലിങ്ങനെ കിടക്കുന്നത്.